നമ്മുടെ നാട്ടിൽ നല്ല പോത്തിറച്ചിയില്ലേ, അതിവിടെ എവിടെയും വാങ്ങിക്കാൻ കിട്ടാറില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ അടുത്ത് ഇവിടെ ദ കോക്കനട്ട് എന്ന് പറഞ്ഞിട്ട് കേംബ്രിഡ്ജിലുള്ള ഒരു ഡെലിവറി ചെയ്യുന്ന ആൾക്കാർ ബഫലോ മീറ്റ് ഓഫർ ചെയ്തു. അപ്പോൾ ഞാനത് ഓർഡർ ചെയ്ത് എനിക്ക് കിട്ടിയിട്ട് നല്ല ഡൈസ്ഡ് പീസസ്, നല്ല നമ്മുടെ കറിക്കൊക്കെ വെക്കാൻ പറ്റിയ സൈസിലുള്ള പീസസ് ആയിട്ട് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലിട്ടിട്ടുണ്ട്. അതിൽ ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, ചുമന്ന മുളക്, പച്ചമുളകാണ് വേണ്ടത്, എൻ്റെ കയ്യിൽ ചുമന്ന കളറുള്ള മുളകായിരുന്നു, വേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ്, വിനീഗർ, ഇത്രയും സാധനങ്ങൾ. അപ്പോൾ ഇതിലൊന്നിൻ്റെയും കണക്ക് ഞാൻ പറയാത്തത്. എല്ലാവരുടെ വീട്ടിലുള്ള മസാലകളൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട്, അതിൻ്റെ പാകത്തിനനുസരിച്ച് കാര്യങ്ങളെല്ലാം ഇട്ട് എന്നിട്ട് നല്ലവണ്ണം കൈ വെച്ചിട്ട് ഒന്ന് തിരുമ്മി കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വെക്കുക. എനിക്ക് നേരം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ കുക്കറിൽ വിസിലടുപ്പിച്ചു. ഞാനൊരു 4 വിസിലടുപ്പിച്ചു കേട്ടോ. കാരണം ബഫലോ മീറ്റ് ആകുമ്പോൾ എന്തോരം വേവുണ്ടെന്ന് എനിക്കറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അത് അവിടെ വിസിലടിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ഞാൻ കുറച്ചും കൂടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും വേപ്പിലയൊക്കെ സെറ്റാക്കി വെച്ചു കേട്ടോ. അങ്ങനെ വേറൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി, വേപ്പില എല്ലാം ഒന്ന് മൊരിയിച്ചെടുത്ത് അതിൻ്റെ കൂടെ കുറച്ചും കൂടി മുളക് പൊടിയും, കുറച്ചും കൂടി മല്ലിപ്പൊടിയും, കുറച്ചും കൂടി ഗരം മസാലയും, വേണമെങ്കിൽ ഇത്തിരി ഉപ്പ്, പക്ഷേ ഞാൻ ഇപ്പോൾ ഉപ്പ് ഇട്ടില്ല. എനിക്ക് തോന്നുന്നു ഞാനത് എല്ലാം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നോക്കിയതിന് ശേഷമാണ് ഉപ്പിട്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് വന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ കുക്കറിൽ വേവിച്ച് വിസിൽ പോയി ആവി പോയ ബഫല്ലോ ബീഫ് എന്ന് പറയുന്നത് അതിലേക്ക് ഇട്ട് നല്ലോണം നമ്മുടെ ആവശ്യത്തിന് ഗ്രേവിക്ക് അനുസരിച്ചിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് ഗീ റൈസാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഗീ റൈസും നമ്മുടെ ബഫല്ലോ മീറ്റും ഒരു സാലഡ് ഉണ്ടാക്കി, കുക്കുംബറും തക്കാളിയും സവാളയും ഒക്കെ ഇട്ടിട്ട് കേട്ടോ. പറയാണ്ടിരിക്കാൻ പറ്റില്ല, നല്ല ടേസ്റ്റായിരുന്നു ബഫല്ലോ മീറ്റ്. നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന ആ ഒരു ഇറച്ചിയുടെ ആ ഒരു ടേസ്റ്റ് തന്നെ എനിക്ക് കിട്ടിയിട്ടാ. അപ്പം ഞാൻ ഇനി എന്തായാലും ഇവരുടെ അടുത്ത് നിന്ന് ഇനിയും വാങ്ങിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.